മലബാർ സിമന്റ്സിലെ ചുണ്ണാമ്പുകല്ലും മറ്റ് അവശിഷ്ടങ്ങളും ഒന്നാംപുഴയിലേക്ക് പോകുകയും ഒന്നാംപുഴ വഴി അത് മലമ്പുഴ ഡാമിൽ എത്തിയതോടുകൂടി പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഇതുപോലുള്ള തടയണകൾ നിർമ്മിച്ചത്. ഈ തടയണകൾ നിർമ്മിച്ചത് വലിയ അഴിമതിക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തടയണകൾ പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പോഴും മലമ്പുഴ ഡാമിലേക്ക് ഈ ചുണ്ണാമ്പ് കലർന്ന വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മലമ്പുഴ ഡാമിലെ വെള്ളം കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് 25 ലക്ഷത്തിലധികം ആളുകളാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയും സമീപത്തെ 8 പഞ്ചായത്തുകളും മലമ്പുഴ ഡാമിലെ വെള്ളത്തെ ആശ്രയിക്കുന്നു. 5 അടുക്കുകളായി ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മലബാർ സിമന്റ്സിന്റെ അവശിഷ്ടങ്ങൾ ഒന്നാംപുഴ വഴി മലമ്പുഴ ഡാമിലെത്തുന്നുണ്ട്. ഡാം വെള്ളത്തിന്റെ pH മൂല്യം കൂടിയത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയായി. ഇതിൻ്റെ ഈ ഖനാവശിഷ്ടങ്ങൾ ചെക്ക് ഡാം കെട്ടിയിട്ടുണ്ട്. ചെക്ക് ഡാം എന്നവർ പറയും, വെറുതെ കല്ല് കെട്ടിയിരിക്കണം. അതിൽ വലിയ അഴിമതിയൊക്കെ ഉണ്ട്. വിജിലൻസ് അന്വേഷണമൊക്കെ നടന്നതാണ്. 3 എണ്ണം ഉള്ളൂ. അവർ 8, 9 എണ്ണം കെട്ടിയെന്ന് പറയും. ഓരോ കൊല്ലവും 45 ലക്ഷം ഉറുപ്പിക അതിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. സുബ്രഹ്മണ്യം MD ആയിരുന്നപ്പോൾ വിജിലൻസ് അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു. അന്വേഷണമൊക്കെ എവിടെ എത്തിയില്ല. അപ്പോൾ ഇതെല്ലാം അവിടെ ഈ ചുണ്ണാമ്പ് കല്ലിൻ്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ ധൂളികൾ, സിമെൻറ്റ് ധൂളികളൊക്കെ മലമ്പുഴ ഡാമിൽ വന്നു ചേരുന്നുണ്ട്. ഈ മഴ സീസൺ ആകുന്ന സമയത്ത് പൂർണ്ണമായ രീതിയിൽ ഈ പുഴ തൂർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തുള്ള ചുണ്ണാമ്പിൻ്റെ അംശം അതിലേക്കിതായിക്കൊണ്ടിരിക്കുന്നു. ഒരാളും ചോദിക്കാനില്ല. പല വിദഗ്ധന്മാരും പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഈ ചുണ്ണാമ്പിൻ്റെ അംശങ്ങൾ ചേരുന്നതുകൊണ്ട് മത്സ്യസമ്പത്തായാലും ശരി, ഏത് വിഷയങ്ങളായാലും ശരി, കുടിവെള്ളത്തിനായാലും ശരി ഉപയോഗിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടായിരിക്കണോ? ഒരു പുഴയെ കൊന്ന് വനം നശിപ്പിച്ചാണ് ചുണ്ണാമ്പ് ഖനികൾ പ്രവർത്തിക്കുന്നത്. വനനശീകരണത്തിനെതിരെ വനം വകുപ്പ് കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ൽ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ഈ ഖനികളിലെത്തി പരിശോധന നടത്തിയിരുന്നു. വൻതോതിലുള്ള വനനശീകരണം നടന്നതായി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ ഇതിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മലബാർ സിമന്റ്സിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കമ്പനി നടപടി സ്വീകരിച്ചിട്ടില്ല. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ ഖനിക്കകത്തുകൂടി അവശിഷ്ടം കൊണ്ടുപോകാൻ കമ്പനി അനുവദിക്കില്ല. വനത്തിലൂടെ ഒരു റോഡ് നിർമ്മിക്കാൻ ശ്രമം നടന്നിരുന്നു. ഇതിനെതിരെ കോടതിയിൽ കേസ് നടക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് അവരൊരു കച്ചവടം നടത്താൻ ഒരു ശ്രമം നടത്തി. അതായത് ഈ ഇവിടുത്തെ ഖനികളിൽ നിന്ന് ഇടുന്ന ഈ ഡെബറി എന്ന് പറയും നമ്മൾ. ഈ മണലുണ്ട്, കുറേ മണ്ണുണ്ട്, ഈ ചുണ്ണാമ്പുകളിൽ അവശിഷ്ടമുണ്ട്. അത് ഒരു വ്യക്തി ലേലം ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ വനമേഖലയിൽ കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രമം നടന്നു. അതിപ്പോൾ കേസ് നടക്കുകയാണ്. നമ്മൾ മലമ്പുഴ ഡാം സംരക്ഷണ സമിതിയിലെ കക്ഷി ചേർന്ന് അത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ കടത്തിയാണ്. അപ്പോൾ അത് മലമ്പുഴ ഇതിലേക്ക് കൂടി വന്ന് ഈ വനമൊക്കെ നശിപ്പിക്കും. അത് ഇങ്ങോട്ടുള്ള ഈ നീരൊഴുക്കിനൊക്കെ തടസ്സമാകുമായിരുന്നു. സീമന്തിനി പുഴയുടെ മരണമണി മുഴങ്ങിയതുപോലെ തന്നെ ഭീഷണിയിലാണ് ഒന്നാംപുഴയുടെ മറ്റു ഭാഗങ്ങളും. മലബാർ സിമന്റ്സിന്റെ ഖനിയിലെ അവശിഷ്ടങ്ങൾ തട്ടുന്ന ദിശയൊന്നു മാറ്റിയാൽ ഒന്നാംപുഴയും പൂർണ്ണമായി ഇല്ലാതാകും. ഇപ്പോൾ തന്നെ ഡാമിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ചുണ്ണാമ്പു കലർന്ന വെള്ളം ഡാമിലെത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ നിരവധി രോഗങ്ങളുടെ അടിമകളാക്കും. കൂടാതെ 28,000 ഹെക്ടർ നെൽകൃഷിയെയും മറ്റ് കാർഷിക വിളകളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ഇങ്ങനെയുള്ള ഒരു ഫാക്ടറി ഒരിക്കലും ഇത്തരം വനമേഖലയിൽ വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് വന്നു എന്നുള്ളത്. ഇപ്പോൾ 35 വർഷമായിട്ട് ഈ വനമേഖലയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പുഴയെ കൊന്നതിൽ ആർക്കും പരിഭവമില്ല. കേരളത്തിലെ പുഴകളുടെ എണ്ണത്തിൽ 1 കുറഞ്ഞിരിക്കുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള ഒരു പുഴ മരിച്ചിരിക്കുന്നു. വമ്പൻ വ്യവസായ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ സംഭവിക്കാവുന്ന സ്വാഭാവിക ദുരന്തം. കാടിന് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് അവരുടെ ഈ
പാറ പൊട്ടിക്കുന്നതിൻ്റെ ആ സൗണ്ട് അത് ഏകദേശം 10-30 കിലോമീറ്ററിന് ഇങ്ങനെ ചുറ്റളവിന് അത് കേൾക്കുക. അത് അങ്ങനെ ആയത് കാരണം കാട്ടുമൃഗങ്ങൾ അത്ര ഇതല്ല, ഒക്കെ ചെറിപ്പോയി അതിന് ഒന്നും അല്ലാണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ ടൗണിലും നാട്ടിലും വീട്ടുകളിലും കുളത്തിലും ഇങ്ങനെ എല്ലാവിടെയും ഇത് ചെറിയ എല്ലാവിടെയും എത്തിപ്പോയി കാട്ടുമൃഗങ്ങൾ. പിന്നെ അതായത് ഒരു ഏകദേശം 1.5-3 മണിക്കൂറോളം ഉണ്ട് അതിൻ്റെ സൗണ്ട്. അതും അങ്ങനെ. പിന്നെ ഇതിൻ്റെ ഈ മരുന്നിൻ്റെ കെമിക്കലിൻ്റെ ഈ മണം ഇത്രയും സ്ഥലങ്ങളിലേക്ക് 10-30 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ഇതിൻ്റെ മണം കിട്ടും. അങ്ങനെ ആകുമ്പോൾ എന്താണ് അണ്ണയ്ക്ക് ഈ പക്ഷിമൃഗങ്ങൾക്ക് ഇതിനൊന്നും ഇത് ശ്വസിച്ചാൽ ഇതിൻ്റെയാണ് വരിക. അങ്ങനെയൊക്കെ നശിച്ച് അങ്ങനെ പോകണു. ഇനി ഇത് എവിടെ കൊണ്ട് അവസാനിക്കാനാണോ എന്നുള്ളത്